വിലായത്ത് ബുദ്ധ ഇന്നലെ കാണാൻ പോയിരുന്നു. ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത സിനിമയാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഡെവലപ്പ് ആയിട്ടുള്ള വളരെ പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടേഴ്സ് ലൈക്ക് ഷമ്മി തിലകൻ്റെ, പ്രിയംവദയുടെയൊക്കെ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാതെ വളരെ മീഡിയോക്കർ അല്ലെങ്കിൽ അത്രയും ദയനീയാവസ്ഥയിൽ കൊണ്ടവരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വെറുപ്പ് തോന്നുന്ന രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് കുറേ സിനിമകളായി സെലക്ഷൻ പോരാ, അപ്ഡേറ്റ് ചെയ്യ്. പാൻ ഇന്ത്യ സിനിമ അല്ലെങ്കിൽ മാസ് സിനിമ എന്ന് മാത്രം പറഞ്ഞ് പോവല്ലേ, കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യ്. ഡയറക്ടർ, നിങ്ങളെങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ടോട്ടൽ സിനിമയുടെ കഥ കാണുമ്പോൾ തന്നെ ആസ് എ റൈറ്റർ, ഒരു പബ്ലിഷ്ഡ് ഓർഡർ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവും ആ ബുക്കിലെങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ അത് നന്നായിട്ട് കാണിക്കണമെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ കൈൻഡ് ഓഫ് നിങ്ങൾ എന്തൊക്കെയോ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് സംവേ അത് കണക്റ്റ് ആയത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു ത്രെഡ് പോലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു ത്രെഡ് പോലും. എല്ലാത്തിനെയും എവിടെയൊക്കെ വിട്ടു. അനാവശ്യമായിട്ടുള്ള ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ എന്തിനാണെന്നാണ് ചിന്തിക്കുന്നത്. ആൻഡ് ഷിറ്റ് എന്നുള്ള സംഭവം ലൈക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്രയും വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒന്നെങ്കിൽ സ്റ്റോറി അടിപൊളിയായിട്ട് കണക്റ്റ് ആവുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വളരെ വൾഗറായിരിക്കും അതിനെ കാണിക്കുമ്പോഴും അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും. എന്താണെന്ന് എന്നുള്ളൊരു ഫീലിംഗ് ആളുകൾക്ക് വരും. അത് അത്രയും നന്നായിട്ട് വർക്കായാലേ ജനങ്ങൾക്ക് വർക്കൗട്ട് ആവുള്ളൂ. അതിനുള്ള വർക്ക് ചെയ്യണം. അതില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. അത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ആയിരുന്നു, പറയാൻ പറ്റുന്നില്ല. സോ അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ഡു ഇറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്. കാണാത്തവരുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് നോട്ട് ടു ഗോ. ഓക്കെ.